ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ദൃശ്യം 3 റിവ്യൂലോട്ടാണ്. ഈ പടം ഇന്നലെയാണ് ഇറങ്ങിയത്. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒന്ന് വിഷ് ചെയ്യുമായിരുന്നു. അല്പം ലേറ്റായി പോയി. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഡയറക്ടർ റൈറ്റർ ജിത്തു ജോസഫ്. ഈ ദൃശ്യം ഫസ്റ്റ് കണ്ട് കണ്ണ് തള്ളി അതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണമെന്ന് തോന്നിയൊരു പടം കൂടിയാണ് ദൃശ്യം ഫസ്റ്റ്. മനെ കുഴിച്ചിടാൻ ഭയങ്കര പടല്ലേ മനെ. അപ്പോൾ അത് കഴിഞ്ഞ് ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ആ ദൃശ്യം ഫസ്റ്റിനോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനെ കള്ളക്കഥ എഴുതാൻ ഭയങ്കര പടല്ലേ മനെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ദൃശ്യം 3 വരുമ്പം, ദൃശ്യം മൂന്നാമത്തെ പാർട്ടിലോട്ട് വരുമ്പം ഇപ്പം കണ്ട് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അയ്യേ ഇതായിരുന്നു ദൃശ്യം 3, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയ്യേ ഇതാണോ ദൃശ്യം 3 അല്ലെ? പറയാം, കാരണങ്ങളുണ്ട്. ഞാൻ വഴി പറയാം. വീഡിയോ അവസാനം വരുന്ന കാണണം. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് തോന്നിയ കുറേ അധികം മിസ്റ്റേക്കുകൾ ഇതിനകത്തുണ്ട്. പിന്നെ കുറേ ഫാമിലി പ്രേക്ഷകർക്ക് ഈ പടം ഇഷ്ടപ്പെടും. കാരണം അവരെ പറ്റിക്കാൻ എളുപ്പമൊന്നുമില്ല. അവർ എന്നെ വെച്ച് നോക്കുന്നത്, ഞാൻ ഈ കഥ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം ശ്രദ്ധിക്കുക. എനിക്ക് റൈറ്റിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. റൈറ്റിംഗ് ഞാൻ നേരത്തെയൊക്കെ എഴുതുമായിരുന്നു. ഒരു 6 കഥയോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വീടിൻ്റെ പല ഭാഗത്തായിട്ട് എവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു എഴുത്തുകാരൻ്റെ തിങ്കിങ് എവിടെ വരെയൊക്കെ പോകും, അതൊക്കെ ഞാൻ ഏകദേശം ചിന്തിക്കും. ഈ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ തന്നെ നേരത്തെ വന്ന സിനിമയാണ് മിറാഷും വലതുവശത്തൊക്കെ ഉണ്ടായി. ഈ മിറാഷൊക്കെ കണ്ടിട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് ചിലരൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് വലിയ ട്വിസ്റ്റായിട്ട് എനിക്ക് മിറാഷ് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊക്കെ കഥ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ദൃശ്യം 3 ദൃശ്യത്തിൻ്റെ 3ാം ഭാഗത്തിലോട്ട് വരുമ്പം ഇതിനകത്ത് പഴയ ക്യാരക്ടർ, പുതിയ 2-3-4 ക്യാരക്ടറിനെ അവർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പഴയ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മീനയുടെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ കാശ് മുടക്കിയേക്കുന്നത് മീനയ്ക്ക് വേണ്ടിയാണ് തോന്നുന്നത്. കാരണം മീനയുടെ ഒരു സീനി മൊത്തം വേറെ സാരികൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പം ബാക്കിലിരുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സാരിയെക്കാട്ടിലും പഴയ സാരിയായിരുന്നു കൊള്ളാവുന്നത്. അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ലേഡീസാണ് കൂടുതലും പറയാനുള്ളത്. പിന്നെ മീനയുടെ ഓവർ മേക്കപ്പ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഫസ്റ്റിനകത്തായാലും സെക്കൻഡിനകത്തായാലും മീനയുടെ മേക്കപ്പ് ഇച്ചിരി ഓവറായിട്ടാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയിലുള്ളൊരു സീനാണ്. രാത്രിയിലുള്ള സീനിനകത്ത് തന്നെ ഒരു നൈറ്റി, അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ മേക്കപ്പ് ഒക്കെ അടിച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരു കിടക്കുന്നത്, എനിക്കറിയത്തില്ല. അതിനകത്ത് ലിപ്പ് സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇത് മസ്കര, കണ്ണിൻ്റെ മണ്ടയിൽ തേക്കുന്ന സാധനം. പിന്നെ മുടിയൊക്കെ കെട്ടി എന്ന് വെച്ചാൽ ഈ സ്ട്രൈറ്റിങ് ചെയ്ത് കെട്ടി വെക്കത്തില്ല, അതേപോലെയൊക്കെ കെട്ടിയിട്ടാണ് കിടക്കുന്നത്. എനിക്കറിയത്തില്ല മീനയുടെ പരിപാടി എന്തോന്ന്. ഏറ്റവും കൂടുതൽ പൈസ മുടക്കിക്കുന്നത് എനിക്കൊന്ന് മീനയ്ക്കാന്ന് തോന്നി, ഈ മേക്കപ്പ് സെറ്റിനെല്ലാം കൂടി. അതിനായിട്ട് ഏറ്റവും കുറച്ച് പൈസ മുടക്കിയത് എനിക്കൊന്ന് എസ്റ്ററിനാന്ന് തോന്നുന്നു. ആ എസ്റ്ററിന് കൂടുതൽ വലിയ കോസ്റ്റ്യൂം ഒന്നുമില്ല. ഒരു ടീഷർട്ടും ഒരു ട്രൗസറേ ഉള്ളൂ തുടക്കത്തൊട്ട് അവസാനം വരെ. പിന്നെ ഹൻഷിവ ഹസൻ, അപ്പോൾ അവർക്കും പഴയ സിനിമയ്ക്കകത്ത് എൻ്റെ കൂട്ടായുള്ള ഒരു മേക്കപ്പേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ജോർജ് കുട്ടി കുറച്ചും കൂടെ റിച്ച് ആയിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പടത്തിൽ ലാലേട്ടനായാലും ജോർജ് കുട്ടി എന്ന് വെച്ചാൽ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടറിന് കൂടുതലൊന്നും ചെയ്യാൻ ഇല്ലെന്നാണ് എനിക്കിനകത്ത് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ തിങ്കിങ് ഉണ്ടായിരുന്നു. ജോർജ് കുട്ടി, അതായത് ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു കേസ് മീഡിയ അന്വേഷിക്കുകയും അതിനകത്തുനിന്ന് ലാലേട്ടൻ എങ്ങനെ എസ്കേപ്പായി വരുന്നു, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വീണ നന്ദകുമാർ ഒരു ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു റിപ്പോർട്ടറായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഇതിനകത്തുനിന്ന് തുടക്കം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ക്യാരക്ടർ വെറുപ്പിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ചില സീനിലൊക്കെ ആണെങ്കിൽ ഓരോ ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂ അല്ല, അവരുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ബോർ സീൻ. അത് ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഇതിൻ്റെ റൈറ്റിങ്ങിന് മോശം ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയതിനകത്ത് തന്നെ ഒരു ക്യാരക്ടറിനെ എടുക്കുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു മോളിനെ കൊണ്ടുവരുന്നുണ്ട്. ആ മോളിനെ അപേക്ഷിച്ചത് എനിക്ക് തോന്നുന്നു ഒരു സീരിയൽ ആക്ടർ, ഇപ്പം കുറേ നാളുകൊണ്ടില്ല, പഴയ കുട്ടിച്ചോത്ത് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് തോന്നുന്നു. അവർക്കും ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിനകത്ത് ഇൻ്റർവെൽ ബ്ലോക്ക് വലിയ ഏതാണ്ട് ട്വിസ്റ്റ്. ഇതിനകത്ത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്പോയിലർ വെളി പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. പക്ഷേ ആ പോസ്റ്റർ വെച്ച് നോക്കിയിട്ട് ഇത് എന്തോ വെളി പറയും. നമ്മൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കും. പക്ഷേ എനിക്ക് ഇൻ്റർവെൽ ബ്ലോക്ക് ഒരു നോർമൽ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇൻ്റർവെൽ വരെയുള്ള ഞാൻ മാർക്ക് ഇടുകയാണെങ്കിൽ 0 മാർക്കായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. അതായത് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ദൃശ്യം ഫസ്റ്റിൻ്റെ പാർട്ടിൻ്റെ കൂട്ട് തന്നെ ആണ് ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് വേറെ എന്തൊക്കെയോ. അത് നമുക്ക് വരാൻ പോകുന്നത് ഇതിനകത്ത് പുതിയ ക്യാരക്ടറിനെ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് തന്നെ തോന്നും ഇതിനകത്ത് ഈ ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും മാച്ച് കാണും, അങ്ങനെ തോന്നും, നമുക്ക് തന്നെ തോന്നും. പിന്നെ ഇത് എൻ്റെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഇത് വലിയ ഏതാണ്ട് ട്വിസ്റ്റായിട്ട് ചിലവരൊക്കെ പറയുന്നത് കേട്ട് തിയേറ്റർ റെസ്പോൺസിൽ എങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഇന്നാണ് പടം കണ്ടത്, പക്ഷേ ഇന്നലെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ അതൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ
എനിക്കൊരു വലിയൊരു ട്വിസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു നോർമൽ ഒരു ട്വിസ്റ്റ്. പിന്നെ ഈ മലയാളികളെ പിന്നെ വീട്ടമ്മമാരെ ഇതുപോലെ ഫാമിലി ഓഡിയൻസിനെയൊക്കെ പറ്റിക്കാൻ ഈ പടം ധാരാളമാണ്. പക്ഷേ എനിക്ക് ഈ ഒരു പടം ഒരു ആവറേജ് അനുഭവം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ലാലേട്ടൻ ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് തേർഡിലോട്ട് വരുമ്പോൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്, കൊടുത്ത ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡെപ്ത് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സിദ്ദിഖ് വരുന്നുണ്ട്, മുരളിഗോപിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു അയ്യായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും പോലീസ് യൂണിഫോം വാടകയ്ക്ക് എടുക്കുമ്പോൾ ഒരു ഫിറ്റായിട്ടുള്ള പോലീസ് യൂണിഫോമെങ്കിലും എടുക്കണം. മുരളിഗോപിയുടെ ഇൻട്രോ തന്നെ എനിക്ക് കണ്ടിട്ട് പുള്ളിക്കാരന് പാകമാകത്തൊരു യൂണിഫോം, അത് പോലീസ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഫിറ്റായിട്ട് എടുക്കണം, ബോഡിക്ക് ഫിറ്റായിട്ട് എടുക്കണം. അതൊന്നുമില്ല. ഒരു അഴിഞ്ഞ് കിടന്ന് മറ്റേ ബെൽറ്റ് ഇടുമ്പം അതിൽ ബളുബളാന്ന് കിടക്കത്തില്ല, ഷർട്ടൊക്കെ കിടന്ന് ഇങ്ങനെ പറക്കുന്നതിനുള്ള ഇതാണ് ഇതിനകത്ത് കൊടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പുള്ളിക്കാരനെ ഒരു ക്യാരക്ടർ പിടിക്കാൻ തോന്നുന്നുണ്ട്. ആ ക്യാരക്ടറൊക്കെ എനിക്ക് എന്തുവാ ഏറ് പിടിച്ച് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പഴയ പാർട്ടിനകത്തുള്ള ക്യാരക്ടർ വരുന്നുണ്ട്, അതുപോലെ നിങ്ങൾ പടം കണ്ടു നോക്കിയോ, മേക്കപ്പൊക്കെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇത് ആശാചാര്യത്തിനൊന്നും വയ്യ. ഇപ്പം ഈ ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പം 13 വർഷത്തോളമായിട്ടുണ്ട്. എല്ലാവർക്കും വയസ്സായി വരുന്നുണ്ട്. അപ്പം ഇനി ഈ പടം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇതൊരു തേർഡ് പാർട്ട് എടുക്കാൻ വേണ്ടി, ഒരു ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി എടുത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ദൃശ്യം 3 തോന്നിയത്. എനിക്കൊരു വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. എങ്കിലും നോർമൽ ഒരു പ്രഷറെ, ഒന്നും അറിയാത്ത പ്രഷറെ, ഒരു റൈറ്റിംഗും വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ ഒരു സിനിമ കണ്ടാൽ മതി എന്നുള്ളവർക്ക് ഇതൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എനിക്കിതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇനി ഇത് കൂടാതെ ഇനി ഒരു 4ാമത്തെ പാർട്ട് വരുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. ഈ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത്. ഈ ഒരു 3 പാർട്ട് വരെയൊക്കെ ഓക്കെ, അതുകൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. സിനിമാട്ടോഗ്രാഫി സതീഷ് കുറുപ്പ് സിനിമാട്ടോഗ്രാഫി ഒരു ഡ്രോൺ ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു നമ്പർ കാണിക്കാനായിരിക്കും അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചേക്കുന്നത്. പിന്നെ പുള്ളിയുടെ സ്ഥിരം സിനിമയ്ക്കകത്തുള്ള ഷോട്ടുകൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. PS വിനായകാണ് എഡിറ്റിങ്ങും വലിയ കുഴപ്പമില്ല, നോർമൽ രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനിൽ ജോൺസൺ ആണ് ഇതിനകത്ത് മ്യൂസിക്, കീട് മ്യൂസിക്. ഞാൻ ഈ ഒരു പടത്തിൽ കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, കിടിലായിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒരു ടോട്ടലി ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ദൃശ്യം 3 വന്നത്. ദൃശ്യം ഫസ്റ്റും സെക്കൻഡും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും 3ാം ഭാഗത്ത് ചേർത്ത് വെക്കാൻ പറ്റത്തില്ല, ഒന്ന് മാറ്റി നിർത്താം. 3ാമത് മാറ്റി നിർത്താൻ പറ്റിയൊരു പടമായിട്ടാണ് എനിക്ക് ദൃശ്യം 3 തോന്നിയത്. റൈറ്റിങ് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ റൂട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.